ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ചേലക്കര പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ MLA UR പ്രദീപിനുള്ള ആദരവും ശീതീകരിച്ച പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനവും നടന്നു. ചേലക്കര പ്രസ് ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം MLA UR പ്രദീപ് നിർവഹിച്ചു. ഒറ്റ കാര്യം, പ്രസ് ക്ലബിനകത്ത് വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയങ്ങളും നിലപാടുമുള്ള ആളുകൾ ഉണ്ടാവും. ലയൺസ് ക്ലബ്ബോടുകൂടി ഞാൻ പറയുകയാണ്. പക്ഷേ അതിപ്പോൾ നാടിൻ്റെ ഒരു MLA ആയി മാറിയപ്പോൾ നമ്മളെല്ലാവരും ഈ നാടിൻ്റെ വളർച്ചയ്ക്കും നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് ലയൺസ് ക്ലബ്ബായാലും പ്രസ് ക്ലബ്ബായാലും ഉദ്ദേശിക്കുന്നത്. അത് എന്താണ് മനസ്സിൽ കണ്ടത് വെച്ചാൽ അത് ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സിൽ ഓരോരുത്തർക്കും ചേലക്കരയെക്കുറിച്ചൊരു വ്യൂ ഉണ്ടാവും. നമുക്കൊന്ന് MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്ന കാര്യത്തിൽ ഒരു മടിയും പുറകോട്ട് പോകേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നമുക്ക് ഒരു 1.5 വർഷം ഇപ്പോൾ മുമ്പിലുള്ളൂ. ആ 1.5 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്ത്? വലിയ പ്രസംഗം നടത്തിയിട്ടില്ല, ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ മനസ്സിലൊരു ആശയം ഇപ്പോൾ അടിയന്തരമായി ഞാൻ ജയിച്ചു വന്ന സമയത്ത് എനിക്ക് തോന്നിയത്, അത് ഞാൻ ഇപ്പോൾ അവിടെ വെളിപ്പെടുത്തുന്നില്ല, വീണ്ടും പത്ര സുഹൃത്തുക്കളെ വിളിച്ചിട്ട് നമുക്ക് പറയാം. ഒരു ചേലക്കരയുടെ നമ്മുടെ ടൗണിൻ്റെ ഒരു മുഖച്ഛായ മാറ്റണം വേണ്ട ഒരു ചിത്രം എൻ്റെ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ജനപ്രതിനിധികളും കൂടി ആലോചിച്ചിട്ടാണ്, അവരും കൂടെ സഹകരണം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഒപ്പം പ്രസ് ക്ലബ്ബും ലയൺസ് ക്ലബ്ബും എല്ലാം ഈ കൂട്ടത്തിൽ വേണം. നമുക്ക് ചേലക്കരയുടെ മൊത്തം പറയുമ്പോൾ ചേലക്കരയുടെ ആദ്യം തുടക്കം കുറിക്കാൻ വേണ്ടി ഒരു ആലോചന നടത്തിയത്, അത് ഗവൺമെൻറ് വലിയ സാമ്പത്തിക ചിലവൊന്നും വേണ്ടാത്തൊരു സംഭവമാണ്. നമുക്ക് എല്ലാവരുടെയും സഹകരണങ്ങൾ നടക്കാവുന്നതാണ്. നമുക്കൊന്ന് ആലോചിച്ച് പോകാം. ഭാവിയിൽ നിങ്ങളുടെയും കൂടെ ഒരു നിർദ്ദേശം സഹായം എല്ലാം വേണ്ടിവരും. അത് ഞാൻ പിന്നീട് അറിയിക്കാം. എന്തായാലും ചേലക്കരയ്ക്കകത്ത് ഏത് വിഷയം വന്നാലും ശ്രദ്ധയിൽപ്പെടുത്താനും അതിനൊപ്പം നിൽക്കാനും നിങ്ങളൊന്ന് നല്ലപോലെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ എൻ്റെ അഭ്യർത്ഥന. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ശക്കുന്നത്ത് അധ്യക്ഷനായിരുന്നു. എല്ലാറ്റിനും നിങ്ങളുടെ സഹകരണം ഉണ്ടാവും. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി ഒരുപാട് വിഷൻ 2030 എന്ന് പറയുന്ന വലിയൊരു പരിപാടി ഞങ്ങൾ മാർച്ച് ഏപ്രിൽ നടത്താൻ തീരുമാനിക്കുന്നു. ഈ ജില്ലയിലെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും അതിന് നേതൃത്വം കൊടുക്കേണ്ട അങ്ങ് തന്നെയാണ്. അങ്ങനെ വലിയൊരു പരിപാടി ഈ മണ്ഡലത്തിൻ്റെ കൂട്ടായ്മയായ ചേലക്കര പ്രസ് ക്ലബ്ബ് നടത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരവധി പരിപാടികൾ നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെല്ലാം നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഏതായാലും ഈ പരിപാടിക്ക് ആദ്യമായി ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ ഒന്ന് സ്വീകരിക്കാനാണ്. കൺവീനർ വി മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഈ പ്രതീക്ഷിച്ച വളരെ വിപുലമായിട്ട് നമുക്കുള്ള ഒരു ബിൽഡിംഗ് പോലും നമ്മൾ ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പ്രദീപേട്ടൻ നമുക്കത് സാധിച്ചിരുന്നു പറയുന്നത് തന്നെ ഏറ്റവും ആദ്യം നമ്മളൊരു നന്ദി പറയുകയാണ് പ്രദീപേട്ടനോട്. പിന്നെ ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ച് നമ്മുടെ കൂടെ നിന്ന ലയൺസ് ക്ലബ്ബ് ഇപ്പോൾ നമ്മുടെ കൂടെ എല്ലാ പ്രവർത്തനത്തിലും നമ്മുടെ കൂടെ നമ്മുടെ ചങ്ക് ആയി നിൽക്കുന്ന ലയൺസ് ക്ലബ്ബ് നമ്മുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ AC തന്നതിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതിന് പുറമെ ഈ AC തരുമ്പോൾ ഇത്രയും ലയൺസ് ക്ലബ്ബിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വാസവട്ടനുൾപ്പെടെ എല്ലാവരും നേരത്തെ തന്നെ വന്ന് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് പങ്കെടുത്തതിലും എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ കൂടെ MLA ഉണ്ടെങ്കിൽ MLA കൂടെ ചേലക്കര പ്രസ് ക്ലബ്ബും കൂടെ ഉണ്ട്. ചടങ്ങിൽ ഗോപി ശക്കുന്നത്ത്, സെക്രട്ടറി MR സജി, വി മണികണ്ഠൻ തുടങ്ങിയവർ MLA UR പ്രദീപിനെ ആദരിച്ചു. തുടർന്ന് ഡാറ്റ കാർഡിന്റെ ഉദ്ഘാടനവും MLAക്ക് നൽകി നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നിൽ, ലയൺസ് ക്ലബ്ബ് പ്രതിനിധികളായ മത്തായി പാലക്കാട്ട്, മനോജ് തോട്ടത്തിൽ, വി വാസുദേവൻ വൈദ്യർ, അനീഷ്, ട്രഷറർ M അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം അദ്ദേഹം പറഞ്ഞ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ജനപ്രതിനിധികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മോട് പറഞ്ഞു, ഏത് സമയവും നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കാമെന്ന്, അതായത് നമുക്ക് അദ്ദേഹത്തെ വിളിക്കാമെന്ന്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പറയാമെന്ന്. ഒരു ജനപ്രതിനിധി അങ്ങനെ ആകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു ജനപ്രതിനിധി വിജയിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി നാടിൻ്റെ മുഴുവൻ ജനപ്രതിനിധിയാണ്. പ്രസ് ക്ലബ്ബുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതും പ്രസ് ക്ലബിനെ ചേർത്ത് പിടിക്കുന്നതുമായിട്ടൊരു സംഘടനയാണ്. ഇതിനു മുമ്പും ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്തും തന്നെ 2-3 പ്രോജക്റ്റുകൾ പ്രസ് ക്ലബിന് വേണ്ടി മാത്രം ഞങ്ങൾ സംഘടിപ്പിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. ഈ പ്രാവശ്യവും അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊതു സ്വീകാര്യതയും ജനകീയ അടിത്തറയും വർദ്ധിപ്പിക്കാൻ
പ്രസ് ക്ലബ്ബ് മാധ്യമ സഹായം കൂടാതെ കഴിയില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിലായി. അപ്പോൾ ഇത് അവിടെ കുളിക്കുക എന്ന് മാത്രമല്ല, ആ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ സ്വയം പര്യാപ്തത ഉള്ളൊരു കേരളത്തിൽ ചിറാപ്പുഞ്ചി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സംസ്ഥാനം കേരള. ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാനില്ലാത്ത ഇവിടെ അതെന്തുകൊണ്ട് വന്നു? ഏറ്റവും കൂടുതൽ ഡാം പദ്ധതികൾ, വൈദ്യുതി പദ്ധതി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ, ഏറ്റവും കൂടുതൽ വൈദ്യുതി ക്ഷാമം ഉണ്ടാവുന്നത് ഇവിടെ, ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം അരിഭക്ഷണം ഉപയോഗിച്ച് ഇത് കൃഷി ചെയ്യാൻ ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളാണ്. പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ മറ്റു സംസ്ഥാനത്ത് എന്തുകൊണ്ടതുണ്ടായി? ഇത്രയും ഊഷ്മളമായ ഈ സംരംഭം ഇവിടെ ആരംഭിച്ചതിൽ ഏറ്റവും ഞങ്ങൾ കൃതജ്ഞബദ്ധരാണ്. കാരണം ഞങ്ങൾ ഒത്തിരി ആളുകളായി ഇവിടെ ഈ വേർത്ത് ഒലിച്ച് വെള്ളം കുടിച്ച് ഇവിടെ ഇരുന്ന് ഓരോ വർക്കും ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയാവും. അതിന് ഒരു നീക്കുപോക്കുണ്ടാക്കി തന്ന ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികളെ ആദ്യം ഞാൻ നമസ്കരിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ പ്രിയ MLA, ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തും അതിനുശേഷവും ഞങ്ങളെ മാക്സിമം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ഞങ്ങൾ എന്താവശ്യത്തിന് വിളിച്ചാലും ഞങ്ങളോടൊപ്പം എന്നും കൂടെ ഉണ്ടായിട്ടുണ്ട്. അതും തുടർന്നും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നത് നിർത്തുന്നു. ഞങ്ങളൊരു പത്രസമ്മേളനത്തിന് വന്ന ടൈമിന് എക്സൈസ്മെൻ്റ് എല്ലാം നമ്മൾ വാസുദേവൻ വൈദ്യരുടെ പത്രസമ്മേളനത്തിന് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഫാനുകൾ ഓഫ് ചെയ്തപ്പോൾ ചൂട് അനുഭവപ്പെട്ട് ഞങ്ങൾ ഈ ഒരു ആശയം വന്നത്. അപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റ് ഗോപിയേട്ടൻ്റെ വാക്കുപ്രകാരം നമ്മൾ അത് മുന്നോട്ട് പോയി. ഫസ്റ്റ് മീറ്റിങ്ങിൽ നമ്മുടെ പ്രസിഡൻറ്റ് സാങ്ഷനാക്കി. അങ്ങനെ അതിശക്തമായ മുന്നോട്ട് നമ്മളത് നയിച്ചു. അതിനുള്ള 100% നമ്മൾ വിജയം കണ്ടു. അതിനെല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് നേരുന്നു. പിന്നെ ബാക്കി വേദിയിലും സദസ്സുകളിലും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. CCV ന്യൂസ്, ചേലക്കര.